ഇസ്രായേലിൻ്റെ സൈനിക ഔദ്യോഗിക വിമാനങ്ങൾക്ക് ഇനി തുർക്കിയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശനമില്ല. ഗാസ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പാർലമെൻറ്റ് പ്രസംഗത്തിനിടെ തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ വെള്ളിയാഴ്ചയാണ് തീരുമാനം അറിയിച്ചത്. ഇസ്രായേലുമായുള്ള വ്യാപാരം ഞങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു. ഇസ്രായേൽ കപ്പലുകൾക്ക് ഞങ്ങളുടെ തുറമുഖങ്ങൾ അടച്ചു. ഇസ്രായേൽ തുറമുഖങ്ങളിൽ തുർക്കി കപ്പലുകളെയും നങ്കൂരമിടാൻ അനുവദിക്കുന്നില്ല. ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചതായും ഫിദാൻ പറഞ്ഞു. ഇസ്രായേലിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും വഹിക്കുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഞങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുത്. ഇസ്രായേൽ വിമാനങ്ങളെ ഞങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഫിദാൻ പറഞ്ഞു. ഇസ്രായേൽ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ തീരുമാനം തുർക്കിയിലെ തന്നെ പലരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ 2023 അവസാനത്തോടെ തന്നെ തുർക്കി ഇസ്രായേൽ ഔദ്യോഗിക സൈനിക വിമാനങ്ങൾക്ക് നേരെ വ്യോമാതിർത്തി അടച്ചിരുന്നുവെന്ന് ഒരു തുർക്കി ഉദ്യോഗസ്ഥൻ മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞു. ഔദ്യോഗിക സൈനിക സ്വകാര്യ ഇസ്രായേൽ വിമാനങ്ങൾക്ക് തുർക്കി വ്യോമാതിർത്തിയിൽ വളരെ കാലമായി വിലക്കുണ്ടായിരുന്നു. എന്നാൽ വിദേശ വാണിജ്യ വിമാനങ്ങൾ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് തടയാൻ പുതിയ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. നവംബറിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിൻ്റെ അസർബൈജാനിലേക്കുള്ള വിമാനം തുർക്കി അധികൃതർ തടഞ്ഞിരുന്നു. കുറച്ചു കാലമായി ഇസ്രായേലിൻ്റെ ഔദ്യോഗിക വിമാനയാത്രാ അഭ്യർത്ഥനകൾ തുർക്കി നിരന്തരം നിഷേധിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഗാസയിലെ ഇസ്രായേലിൻ്റെ നടപടികൾ, ജെറുസലേമിലെ അൽ അഖ്സ പള്ളിയിലെ പ്രകോപനങ്ങൾ, അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ ആക്രമണം എന്നിവയ്ക്കുള്ള പ്രതികരണമായാണ് വ്യോമപാത അടച്ചതെന്ന് ഫിദാൻ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ യോഗങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇസ്രായേലിനെ സസ്പെൻഡ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഫിദാൻ ഇസ്ലാമിക രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേലുമായി ബന്ധമുള്ളതുമായ കപ്പലുകൾക്ക് തുർക്കി അടുത്തിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്നാരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ കേസിൽ തുർക്കി കക്ഷി ചേർന്നതോടെയാണ് തുർക്കി ഇസ്രായേൽ ബന്ധം കുത്തനെ വഷളായത്. അതിനുശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്കെതിരെ ഒരു സഖ്യം കെട്ടിപ്പടുക്കാൻ തുർക്കി അന്താരാഷ്ട്ര വേദികളിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു.